Good afternoon. Good afternoon. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് നമ്മളെവിടെ വരെ എടുത്തത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് അല്ലെ? ഇത് കഴിഞ്ഞില്ലേ? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആയിരുന്നു അല്ലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മളെ ലൈറ്റിന്റെ കാര്യം ഇതൊക്കെ പറഞ്ഞു. അതിന്റെ കവറേജ് 360 ഡിഗ്രി കവറേജ് ഉള്ള ആക്റ്റീവ് വാർണിംഗ് സിംബലുകള് ലൈറ്റുകള് ആംബുലൻസിൽ വേണമെന്ന് പറഞ്ഞു. അതെല്ലാ ഡയറക്ഷനിലുള്ള ആളുകൾക്ക് ശ്രദ്ധ കിട്ടുന്നതിനും കാണുന്നതിനും വേണ്ടിയിട്ടാണ് 360 ഡിഗ്രി കവറേജ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓഡിബിൾ വാർണിംഗ്. നമ്മൾ ഇതെല്ലാം നമ്മൾ എങ്ങനെയാ പറയാ, ഇത് കാണുന്നതിന് വേണ്ടിയിട്ടാ. നമ്മള് ആംബുലൻസിനെ അപ്പൊ ലൈറ്റ് കണ്ട് ആളുകൾക്കൊക്കെ ആംബുലൻസ് വരുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആംബുലൻസിന് പോകാനായിട്ടുള്ള ഒരു വഴിയൊക്കെ റെഡിയാക്കി കൊടുക്കാന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആണ് ഓഡിയബിൾ വാർണിംഗ്. അപ്പൊ ഈ വിഷ്വൽ വാർണിംഗിന്റെ ഒപ്പം തന്നെ എന്തുണ്ട്, ആംബുലൻസിൽ ഓഡിബിൾ വാർണിംഗും ഉണ്ട്, സൗണ്ടും കൂടി ഉണ്ട്. നമ്മൾ പോകുമ്പോ കണ്ടിട്ടില്ലേ, ആംബുലൻസ് പോകുമ്പോ ലൈറ്റ് തൊട്ട് സൗണ്ട് ഇട്ട് പോകുന്നത്, അതാണ് ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, ബിസൈഡ് വിഷ്വൽ വാർണിംഗ് ആംബുലൻസ് ക്യാൻ ബി എക്വിപ്ഡ് വിത്ത് ഓഡിബിൾ വാർണിംഗ്സ്. അപ്പോ നമ്മള് ഈ ലൈറ്റ് അങ്ങനെ വിഷ്വൽ വാർണിംഗിന്റെ ഒപ്പം തന്നെ ആംബുലൻസിന് ഓഡിബിൾ വാർണിംഗും ഉണ്ട്. സംടൈംസ് നോൺ ആസ് സൈറൻസ്. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈറനുകൾ എന്ന് പറയുന്നത്, സൈറൻസ് which can alert people and vehicle to the presence of an ambulance before they can see. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഇതിങ്ങനെ സൗണ്ടുകള് സൈറനുകൾ ഇട്ട് പോകുന്നത്? ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആംബുലൻസ് നേരിട്ട് കാണാം. നമ്മുടെ ഇത്തിരി ബാക്കിലൊക്കെയാണ് ആംബുലൻസ് വരുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ ഓഡിയോ കേട്ടിട്ട്, ആ സൈറന്റെ സൗണ്ട് നമുക്ക് കേട്ടിട്ട് നമുക്ക് ദൂരെ നിന്നും അറിയാൻ പറ്റും ആംബുലൻസ് വരുന്നുണ്ട് എന്നല്ലേ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, വിച്ച് ക്യാൻ അലേർട്ട് ദ പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ്, ആളുകളെയും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഒരു അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടു ദ പ്രസൻസ് ഓഫ് ആംബുലൻസ് ബിഫോർ ദേ ക്യാൻ സീ, കാണുന്നതിന് മുന്നേ ആളുകൾക്ക് ഒരു അവയർനെസ്, ഒരു അലേർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൈറനുകൾ വെച്ചേക്കുന്നത്. തൊട്ടടുത്തുള്ളത് മാത്രം നമുക്ക് ലൈറ്റ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒത്തിരി ദൂരെയാണെങ്കിൽ നമുക്ക് ഈ സൈറനുകൾ കേൾക്കുമ്പോഴും നമുക്ക് ആംബുലൻസ് വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് ആളുകൾക്കാണെങ്കിലും അതുപോലെ വെഹിക്കിൾസിനൊക്കെ മാറി ആംബുലൻസ് പോകാനുള്ള ഒരു പാത്തൊക്കെ റെഡിയാക്കി കൊടുക്കാനും നമുക്ക് കാണുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓഡിയോ, നമുക്ക് അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇത് എന്തിനു വേണ്ടിയിട്ടാ, ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. The first hearable warning were mechanical bells. അപ്പൊ ആദ്യത്തെ എങ്ങനെയായിരുന്നു, ആദ്യത്തെ എന്ന് പറഞ്ഞ ഈ വാർണിംഗ് ഇത് മെക്കാനിക്കൽ ബെല്ലുകളുടെ രൂപത്തിലായിരുന്നു. The first hearable warning were mechanical bells mounted onto either of front of the roof of the ambulance. ആംബുലൻസിന്റെ ഫ്രണ്ട് റൂഫില്, ഫ്രണ്ടിൽ തന്നെ മുകളിലായിട്ട് ആ റൂഫില് മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു പണ്ടുള്ള ഈ വാർണിംഗ്, ഓഡിയബിൾ വാർണിംഗ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ് വേർ മെക്കാനിക്കൽ ബെൽസ് മൗണ്ടഡ് ടു ഐദർ ഓഫ് ദ ഫ്രണ്ട് ഓഫ് റൂഫ് ഓഫ് ദ ആംബുലൻസ്. ആംബുലൻസിന്റെ ഫ്രണ്ടില് ആ റൂഫിന്റെ അവിടെ മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു ആദ്യത്തെ ഹിയറബിൾ വാർണിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പൊ നോക്കിയേ, മോസ്റ്റ് മോഡേൺ ആംബുലൻസ് ആർ നൗ എക്വിപ്ഡ് വിത്ത് ഇലക്ട്രോണിക് സൈറൻസ്. ഇന്ന് എങ്ങനെയാത്, ഇലക്ട്രോണിക് സൈറനുകളാണ്. ഇലക്ട്രോണിക് സൈറനുകളായിരുന്നു. which produce a range of different noises which ambulance operator can use to attract more attention to themselves, specifically when advancing through an intersection or in heavy traffic. അപ്പോ പണ്ട് നമ്മൾ എങ്ങനെ പറഞ്ഞേ, മെക്കാനിക്കൽ ബെൽസുകളായിരുന്നു. അത് ആംബുലൻസിന്റെ ഫ്രണ്ട് റൂഫില് വെച്ചിട്ടുണ്ടാവും.
ഇപ്പൊ എന്റെ മോഡേൺ ആംബുലൻസിൽ ഇലക്ട്രോണിക് സൈറനുകളായിരിക്കും. അത് ആ ആംബുലൻസ് ഡ്രൈവറിന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസ് പോകുമ്പോഴൊക്കെ എപ്പോഴും ഒരേ സൗണ്ട് ആയിരിക്കോ? സൈറൻ ഇട്ടിട്ടായിരിക്കോ പോകുന്നത് ആംബുലൻസ്? ഒരു ഡിഫറൻസ് കാണാം. ശ്രദ്ധിച്ചു നോക്കി അറിയാം. കണ്ടിട്ടില്ല അങ്ങനെ? എപ്പോഴും ഒരേ സൗണ്ട് ആണോ കണ്ടേക്കുന്നത്? ആംബുലൻസ് പല സൗണ്ട് ഉണ്ട്. അത് ആ ഡിഫറെന്റ് നോയിസ് മോഡുലേഷൻ, അതിന്റെ റേഞ്ച് ആ ആംബുലൻസ് ഡ്രൈവറിന് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് ആരാണ് ആര്യ ഇവിടെ കമ്പിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്നുവെച്ചാൽ ഇപ്പൊ എമർജൻസി ആയിട്ട് പോകുന്ന ആംബുലൻസിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസ്, അങ്ങനെ ഭയങ്കര എമർജൻസിയിൽ പോകുമ്പോൾ അവിടെ ഇടുന്ന ഒരു സൈറൻ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര എമർജൻസി ആയിട്ട് പോകുന്നതാണ്. അപ്പൊ അതനുസരിച്ച് ആംബുലൻസിൽ പോകാൻ വഴിയൊക്കെ ക്ലിയർ ആക്കി കൊടുക്കണമെന്ന്. പിന്നെ എന്താ ചിലപ്പോ ബോഡിയിലുണ്ട്, ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുപോകുമ്പോൾ വേറൊരു സൈറൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ രോഗിയുമായി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴും കേട്ടിട്ടുണ്ട്, കുറച്ചു പേരൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. രോഗിയുമായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വേറൊരു സിമ്പിൾ, അങ്ങനെ പലതരം 3-4 സൈറൻ ഉള്ള ആ ഡിഫറെന്റ് റേഞ്ച് ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ ബോഡി കൊണ്ടുപോകാനാണ്. അപ്പൊ അതിന്റെ സൈറന്റെ മോഡിഫിക്കേഷൻ, അതിന്റെ ആ റേഞ്ച് ഡിഫറൻസ് നമുക്ക് ആ ഡ്രൈവറിന് തന്നെ വെക്കാം, അറേഞ്ച് ചെയ്യാത്തത്. പിന്നെ ഭയങ്കര എമർജൻസി ആയിട്ട് പോവുകയാണെങ്കിൽ അപ്പൊ അതിന്റെ അത് എന്താ പറയാ, ഇതിന്റെ സൈറൻസിന്റെ സൗണ്ട്, അതിന്റെ ഇത് റേഞ്ച് എന്താ പറയാ, അത് ആ ആംബുലൻസ് ഡ്രൈവറിന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇപ്പോഴത്തെ സൈറനുകൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മോഡേൺ ആംബുലൻസിൽ അങ്ങനെയുള്ള സംവിധാനമാണ് ഉള്ളത്. ഇലക്ട്രോണിക് സൈറനുകൾ ഉണ്ട്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് പോകുമ്പോൾ ആ സൈറന്റെ സൗണ്ട് അത് വ്യത്യാസപ്പെടാം. അപ്പൊ അത് ആംബുലൻസ് ഡ്രൈവറിന് തന്നെ എമർജൻസി എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ആംബുലൻസ് ഡ്രൈവറിന് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞേക്കുന്നത്. ഓപ്പറേറ്റർ ക്യാൻ യൂസ് ടു അട്രാക്ട് മോർ അറ്റൻഷൻ ടു ദംസെൽസ്. കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക്കലി വെൻ അഡ്വാൻസിങ് ത്രൂ ആൻ ഇന്റർസെക്ഷൻ ഓർ ഇൻ ഹെവി ട്രാഫിക്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ ഹെവി ട്രാഫിക്കിലൂടെയോ ഭയങ്കര ജംഗ്ഷനിലൊക്കെ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ആ എന്താ പറയാ, ട്രാഫിക് ഹെവി ആണെങ്കിൽ അതനുസരിച്ച് ആ സൈറന്റെ നോയിസ് ചേഞ്ച് ചെയ്യും, ഒരു സെൻസ് ഉള്ളതുപോലെ. അപ്പൊ അപ്പൊ നേരത്തെ നമുക്കാണെങ്കിലും അറിയാൻ പറ്റും അവിടെ ട്രാഫിക് ഹെവി ആണോ, ഹെവി ആണെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ സൗണ്ടിന് വേരിയേഷൻ വരും. ഇതൊക്കെ ഇപ്പോഴത്തെ ഇലക്ട്രോണിക് സൈറനുകളാണ്. അപ്പൊ ട്രാഫിക് ഹെവി ആണെങ്കിൽ അതനുസരിച്ച് സെൻസ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പൊ ട്രാഫിക്കിനെ അതനുസരിച്ചുള്ള സൈറനുകളില് സൗണ്ടില് മോഡിഫിക്കേഷൻ ഉണ്ടാവും. ചെറിയ ട്രാഫിക് ആണെങ്കിൽ അതനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഒരു ജംഗ്ഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു ഹെവി ട്രാഫിക്കിലൂടെയൊക്കെ പോകുമ്പോൾ ട്രാഫിക് ഹെവി ആകുന്നതിന്റെ അനുസരിച്ച് ഈ സൈറന്റെ നോയിസിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ചേഞ്ച് ചെയ്യും. അത് നേരത്തെ സെൻസ് ചെയ്തിട്ട് അതനുസരിച്ച് അത് ചേഞ്ച് ചെയ്യുന്ന പറയുന്നത്. നോക്കിയേ, എ ന്യൂ ഡെവലപ്മെന്റ് ഈസ് ദ യൂസ് ഓഫ് RDS. പിന്നെ ഒരെണ്ണം പറഞ്ഞിരിക്കുന്ന RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം ഓഫ് കാർ റേഡിയോസ്. പിന്നെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ RDS ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RDS ചില ആംബുലൻസുകൾ RDS സംവിധാനം ഉണ്ട്, റേഡിയോ ഡാറ്റ സിസ്റ്റം. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയുള്ളതാണ് RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം. അതിന്റെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം നോക്കാം കേട്ടോ. ചില ആംബുലൻസുകള് എല്ലാം RDS സിസ്റ്റം സജ്ജീകരിച്ചിട്ടുണ്ട്. RDS എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്, ദ ആംബുലൻസ് ഈസ് എക്യുപ്ഡ് വിത്ത് എ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ. പിന്നെ അതുപോലെ തന്നെ ചെറിയ റേഞ്ചിലുള്ള ഒരു FM ട്രാൻസ്മിറ്ററും ഘടിപ്പിച്ചിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. വിച്ച് ഫോർമിനേറ്റ് ദ റേഡിയോ ഓഫ് ഓൾ കാർസ് വിത്തിൻ റേഞ്ച്. ഒരു റേഞ്ചിലുള്ള മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള FM ട്രാൻസ്മിറ്റർ ഈ ആംബുലൻസുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു റേഞ്ചിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നതിനുള്ള FM ട്രാൻസ്മിറ്ററുകളും ഈ ആംബുലൻസുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഓഡിബിൾ വാർണിംഗിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു നേരത്തെ എന്ന് വെച്ചാൽ ഈ മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു.
അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആംബുലൻസിന്റെ ഫ്രണ്ടില് ആ ഫ്രണ്ട് റൂഫില് മെക്കാനിക്കൽ ബെല്ലുകൾ അറേഞ്ച് ചെയ്തേക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ മോഡേൺ ആംബുലൻസിലായപ്പോഴത്തേക്കും ഇലക്ട്രോണിക് സൈറൻ ആക്കി. അത് ആ സൈറൻ എന്ന് വെച്ചാൽ പല റേഞ്ച് ഉണ്ട്. ഇപ്പൊ ഓരോ എമർജൻസി, ഇപ്പൊ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ഒരു സൈറൻ ആകും, അല്ലെങ്കിൽ എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ആ സൈറനുകളിൽ തന്നെ ചേഞ്ച് വരുത്താൻ പറ്റും. അത് ആ ഏത് സർവീസ് ആണോ ചെയ്യുന്നത് എന്നനുസരിച്ച് ആംബുലൻസ് ഡ്രൈവറിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ സൈറനുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹെവി ട്രാഫിക്കിലൂടെയോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലൂടെയോ ഒക്കെ പോകുമ്പോൾ അവിടുത്തെ ആ ഇത് നമ്മൾ ആ ഹെവി ട്രാഫിക്കിന്റെ ഇതനുസരിച്ചിട്ട് തന്നെ നോയിസ്, ആ സൈറന്റെ നോയിസ് ചേഞ്ച് ചെയ്യും. അതൊരു സെൻസർ പോലെയാണത്. അപ്പൊ ട്രാഫിക് ഹെവി ആണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് അതനുസരിച്ച് സൈറനുകളിൽ എന്ത് വരുത്തുന്നു, ഒരു നോയിസ് ചേഞ്ച് വരുത്തുന്നു. അതെ. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്ന ചില ആംബുലൻസുകൾക്ക് RDS സംവിധാനമുള്ള ആംബുലൻസുകൾ ഉണ്ട്. അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് RDS സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ FM ട്രാൻസ്മിറ്ററുകളും ചില ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നതിന് വേണ്ടി, കാർ റേഡിയോ ഇതൊക്കെ പോലെ തന്നെ ഒരു പ്രത്യേക റേഞ്ചിലുള്ള മെസ്സേജുകൾ കൊണ്ടുപോകുന്ന പാസ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു ട്രാൻസ്മിറ്ററും ചില ആംബുലൻസുകളിൽ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് ആണ്. കോസ്റ്റ് okay, the ambulance ride cost can be paid from several sources and this will relay the situation local situation എന്നാട്ടോ. ഇതിനകത്ത് കുറച്ച് കാണുന്നില്ല. ലോക്കൽ സിറ്റുവേഷൻ or kind of services being provided by whom and to whom. ഇവിടെ എന്ന് പറഞ്ഞാൽ ആംബുലൻസിന്റെ കോസ്റ്റ് പല രീതിയിലുണ്ട്. ആംബുലൻസിൽ നമ്മൾ പേ ചെയ്യുന്ന കോസ്റ്റ് പല രീതിയിലുണ്ട്. ക്യാൻ ബി പെയ്ഡ് ഫ്രം സെവറൽ സോഴ്സ്, പല മാർഗത്തിലൂടെ നമുക്ക് അത് പേ ചെയ്യാം. And will relate the local situation of or the kind of services being provided. അവര് നമുക്ക് നൽകുന്ന സർവീസ്, ഏത് തരത്തിലുള്ള സർവീസ് ആണോ നൽകുന്നത് അതനുസരിച്ചിട്ട് അതിന്റെ കോസ്റ്റില് വ്യത്യാസം വരാം. ഇപ്പൊ നമ്മൾ പറയാം, ചിലപ്പോ കോസ്റ്റ് ഇങ്ങനെ കോസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് ആംബുലൻസിന് പലതായിട്ട് തിരിക്കാം. ഇപ്പൊ നമുക്ക് തരുന്ന സർവീസ് നോക്കിയിട്ട് ഇപ്പൊ ഒരാൾ മരിച്ചു, ആ ഡെഡ് ബോഡി അയാൾ വീട്ടിലേക്ക് എത്തിക്കണം. അപ്പൊ അതിനൊരു ചാർജ് ആയിരിക്കും. അപ്പൊ അത് ചിലപ്പോ വേണമെങ്കിൽ കിലോമീറ്റർ വെച്ചിട്ടായിരിക്കും. ഇത്ര കിലോമീറ്റർ ആംബുലൻസ് പോകുന്നതിന് ഇത്ര റേറ്റ്, അങ്ങനെ ഓരോ കിലോമീറ്റർ ബേസ് ചെയ്തിട്ട് അതിൽ ആ കോസ്റ്റില് വ്യത്യാസം വരാം. എന്തായാലും കോസ്റ്റ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഏത് തരത്തിലുള്ള സർവീസ് ആണോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, കൈൻഡ് ഓഫ് ദ സർവീസ് ബീങ് പ്രൊവൈഡഡ്, ലോക്കൽ സിറ്റുവേഷൻ, കൈൻഡ് ഓഫ് ദ സർവീസസ് ബൈ ഹൂം ആൻഡ് ടു ഹൂം, ആർക്ക് എന്നുള്ള നിലയിലൊക്കെ അതിന്റെ കോസ്റ്റ് വ്യത്യാസപ്പെടാം എന്നാ പറഞ്ഞേക്കുന്നത്. ആംബുലൻസിന്റെ കോസ്റ്റ് പല സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് പല രീതിയിൽ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇത് പ്രാദേശിക സാഹചര്യത്തെയോ നമ്മുടെ ലോക്കൽ സിറ്റുവേഷനിലെയോ അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെയോ ബേസ് ചെയ്തിരിക്കും. അതിൽ നമുക്ക് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് കോസ്റ്റ് അനുസരിച്ച്. ഫസ്റ്റ്, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. സെക്കൻഡ് വൺ, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. തേർഡ്, ചാരിറ്റി ഫണ്ടഡ് സർവീസ്. നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അപ്പൊ അങ്ങനെ നമുക്ക് 4 രീതിയിൽ നമുക്ക് ആംബുലൻസിന്റെ കോസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ്, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ആണ്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫുൾ ഓർ ദ മെജോറിറ്റി പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് ഈസ് ബോൺ ബൈ ദ ലോക്കൽ, റീജിയണൽ ഓർ നാഷണൽ ഗവൺമെന്റ് ത്രൂ ദെയർ ഓർഡിനറി ടാക്സേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറയാണ്, ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെയോ ഒക്കെ കീഴിൽ വരുന്ന ആംബുലൻസ് സർവീസുകളാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുക. ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് ഒരു പഞ്ചായത്തിലാണ്. പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ പഞ്ചായത്ത് മെമ്പറിനെ നമ്മൾ വിവരം അറിയിക്കും. ഇന്ന വീട്ടില് ഇന്നാള് മരിച്ചു എന്നുള്ള വിവരം ആ മെമ്പറെ അറിയിക്കും. അപ്പൊ എന്താ, ആ മെമ്പർ ആ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ആംബുലൻസ് ഉണ്ടാവും.
പഞ്ചായത്തിന്റെ കീഴില്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴില്, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷന്റെ കീഴില്. അപ്പൊ നമ്മൾ അതിന് ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ, പഞ്ചായത്ത് മെമ്പർ അല്ലേ, അപ്പൊ അവിടെ നമ്മൾ മെമ്പറിനെ വിളിച്ചു പറയുമ്പോൾ അവര് മുഖേന അവര് കോണ്ടാക്ട് ചെയ്തിട്ട് അപ്പൊ ആ പഞ്ചായത്തിന്റെ ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യുന്നു, ആംബുലൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണ്. അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് കുറവായിരിക്കും. നമ്മൾ പ്രൈവറ്റ് ഒരു ആംബുലൻസ് വിളിക്കുന്നതിന് വെച്ച് നോക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് ഇതിന്റെ ഒക്കെ കീഴിൽ വരുന്ന ആംബുലൻസ് ഫണ്ടില്, അതിന്റെ ഒക്കെ ഫണ്ടിൽ വരുന്ന അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന ആംബുലൻസ് ആണ് ഈ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. അതിന് മറ്റുള്ള ഇതിന് വെച്ച് നോക്കുമ്പോൾ അതിന്റെ പേയ്മെന്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ വാർഡില്, ഇപ്പൊ പഞ്ചായത്തിൽ കിടന്ന് മരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് മെമ്പറിനെ അറിയിക്കുമ്പോൾ അവര് എന്ത് ചെയ്യുന്നു, അവര് അത് പഞ്ചായത്തിലേക്ക് അറിയിക്കും. അവരുടെ കീഴിലുള്ള ഒരു ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം പുറമെ നമ്മൾ ഒരു ആംബുലൻസ് വിളിക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? മെമ്പറോ അല്ലെങ്കിൽ കൗൺസിലറോ എവിടെയാണോ മരിക്കുന്നതിനെ വെച്ച് നോക്കിയിട്ട് അവിടുത്തെ ബന്ധപ്പെട്ടവര് വിളിച്ചു പറയുമ്പോൾ അതിന്റെ കീഴിൽ നിന്ന് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ കോസ്റ്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. പ്രൈവറ്റ് നമ്മൾ വിളിക്കുന്നതിന് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ആരെങ്കിലൊക്കെ ഒന്ന് തമ്പ് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ, ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രൈവറ്റ്ലി ഫണ്ടഡ് ആ, പേര് കേൾക്കുമ്പോൾ തന്നെ പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി പേ ബൈ ദംസെൽസ് ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. പ്രൈവറ്റ് ഫണ്ടഡ് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പേയ്മെന്റ് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ആംബുലൻസ് വിളിക്കുകയാണ്, നമുക്കൊരു ആംബുലൻസ് സർവീസ് വേണം, പ്രൈവറ്റ് ഇത് ആംബുലൻസാ വിളിക്കണമെങ്കിൽ അവർ അതിനൊരു നിശ്ചിത, ഇതുപോലെ തന്നെ കിലോമീറ്റർ അനുസരിച്ചായിരിക്കും. അപ്പൊ ബോഡി ആണെങ്കിൽ നമ്മളിപ്പോ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് ഇത്ര കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആ കിലോമീറ്റർ അനുസരിച്ചായിരിക്കും അവര് റേറ്റ് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് എത്ര രൂപ പറയുന്നത് വെച്ചാൽ ആ ഒരു ഇത് നമ്മൾ അടയ്ക്കേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇനി ഇൻഷുറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് അത് അവര് അഫോർഡ് ചെയ്തോളും. ഓക്കെ, പ്രൈവറ്റ് ഫണ്ടിന്റെ കീഴിൽ വരുന്ന ആംബുലൻസ് ആണ്. നമുക്ക് എന്താ ഈ ഗവൺമെന്റ് ഫണ്ടഡ് വെച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ്ലി ഫണ്ടഡ് ആംബുലൻസും കുറച്ചും കൂടി കോസ്റ്റ്ലിയായിരിക്കും. അതിന് കൊടുക്കുന്ന ചാർജ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതിന് നല്ല പേയ്മെന്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഗവൺമെന്റ് ഫണ്ടഡ് വെച്ച് നോക്കുമ്പോൾ പേയ്മെന്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻഷുറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പേയ്മെന്റ് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ അഫോർഡ് ചെയ്തോളും. ക്ലിയർ ആണോ? പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽസ്. നമ്മൾ തന്നെ, നമുക്കിപ്പോ ഇൻഷുറൻസോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ അത് പേ ചെയ്യണം. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി തന്നെ അഫോർഡ് ചെയ്തോളും. ഗവൺമെന്റ് ഫണ്ടഡ് ആംബുലൻസ് സർവീസിന് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അതിന്റെ നല്ലൊരു പേയ്മെന്റ് ഉണ്ടാവും. കിലോമീറ്റർ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആയിരിക്കും പേയ്മെന്റ്. അത് ചിലപ്പോൾ ഈ നമ്മുടെ ഗവൺമെന്റ് ഫണ്ടഡിനെ വെച്ച് നോക്കുമ്പോഴൊക്കെ കൂടുതലായിരിക്കും. ഇനി അടുത്തതാണ് ചാരിറ്റി ഫണ്ടഡ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത് ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. ഒരു ഇതുപോലെ നമ്മള് സ്വാതന്ത്ര്യം അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, ഒരു ചാരിറ്റിയുടെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് ബൈ എ ചാരിറ്റി. ഇത് നോക്കുക, ഇത് ഫ്രീ ആണ്. ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന് അത് ഫ്രീ ചാർജ് ആണ്. ഒരു സേവനം പോലെ നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാലാണെങ്കിൽ ബോഡി ഇപ്പൊ നമ്മള് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിലൊക്കെ നമ്മൾ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിന് വേറെ കാശൊന്നും അവര് മേടിക്കില്ല. നമുക്ക് ഫ്രീ ആയിരിക്കും. ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് ബൈ ചാരിറ്റി. ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വേറെ പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഓൾസോ കോൺട്രിബ്യൂഷൻ മേ ബി സോൾഡ് ഫോർ ദ സർവീസ് റിസീവ്ഡ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ആ ചാരിറ്റിക്ക് കൊടുക്കാൻ പറ്റും. നമുക്കത് ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസ് തരുന്നില്ലേ, അപ്പൊ അതിനൊരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ആ പേഷ്യന്റ്, ഇപ്പൊ മരിച്ച ആ പേഷ്യൻസ് ഉപയോഗിച്ചൊരു വാട്ടർ ബെഡോ അല്ലെങ്കിൽ വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് യൂസ്ഫുൾ അല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചാരിറ്റിക്ക് അതൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. അപ്പൊ ചാരിറ്റിയിൽ അതിന്റെ കീഴിൽ വരുന്ന അങ്ങനെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ചാരിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് സർവീസ്
തരുന്നു. അതിന്റെ ഒരു ബെനിഫിറ്റ് നമ്മളൊരു അതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ നമ്മൾ ആ ചാരിറ്റിക്ക് ഒരു എന്താ പൈസ ആയിട്ടല്ല കൊടുക്കുന്നത്, അതിന് പകരം അത് ഉപയോഗിച്ച് സർവീസ് ആയിട്ട് നമ്മൾ ആ എന്തെങ്കിലും ഇതൊക്കെ ആ പേഷ്യന്റ് ഉപയോഗിച്ച ആ സാധനങ്ങൾ നമുക്ക് ചാരിറ്റിക്ക് ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ചാരിറ്റിക്ക് നഷ്ടം വരുന്നില്ലല്ലോ. നമുക്ക് ഫ്രീ ആയിട്ട് തന്നാലും നമ്മൾ അവർക്ക് അല്ലെങ്കിൽ അവര് വേറെ പൈസ കൊടുത്തൊക്കെ മേടിക്കണ്ടേ. അപ്പൊ നമുക്കും ആ സാധനങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പ്രയോജനമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സംഭാവന പോലെ അത് നമുക്കത് പ്രത്യുപകാരമായിട്ട് നമുക്ക് ചാരിറ്റിക്ക് അത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയേ. ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ്. അപ്പൊ ചാരിറ്റി സർവീസ് ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അത് പേഷ്യൻസിന് ഫ്രീ ആയിരിക്കും. അതൊരു സർവീസ് എന്ന് കഴിഞ്ഞാൽ വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. ഓൾസോ കോൺട്രിബ്യൂഷൻ മേ ബി സോൾഡ് ഫോർ സർവീസസ് റിസീവ്ഡ്. അപ്പൊ നമ്മളൊക്കെ ആ സർവീസ് തന്നില്ലേ, അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചാരിറ്റിക്ക് കൊടുക്കാം. ക്ലിയർ ആയോ? ഓക്കെ, എന്താണ് എല്ലാവരും ഉറങ്ങിപ്പോയോ? അവിടെ ഇല്ലേ? ആരും ഒരു തമ്പ് പോലും തന്നില്ലല്ലോ. ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്, ക്ലിയർ. ഇനി ലാസ്റ്റത്തെ ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അതറിയാലോ, എവിടത്തെയായിരിക്കും? ഹോസ്പിറ്റലിലെ ആംബുലൻസ് ആയിരിക്കും. ഹോസ്പിറ്റൽ മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് patients use the hospital services which they may have to pay for. ശ്രദ്ധിച്ചേ, ഇത് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ കീഴിൽ ഉള്ള ആംബുലൻസുകളില്ലേ, അതായിരിക്കും. ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി 2 ആഴ്ച നമ്മൾ ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലെ സർവീസ് പേഷ്യന്റ് ഓൾറെഡി എടുത്തില്ലേ. 2 ആഴ്ച ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്നു, അവിടെ നിന്നുള്ള ഹോസ്പിറ്റലിലെ സർവീസ് കൊടുത്തു. അപ്പൊ നമ്മൾ കുറച്ച് ബിൽ എമൗണ്ട് ആയിട്ട് ഹോസ്പിറ്റലിന് ഒരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ടല്ലോ. അത്രയും ദിവസം 2 ആഴ്ച അവിടെ കിടന്ന് മരുന്ന് മേടിച്ചതും എല്ലാ സർവീസ് ചാർജും ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ ഒരു ബിൽ എമൗണ്ട് നമ്മൾ ഹോസ്പിറ്റലിന് ഓൾറെഡി നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞു. ഇനി 2 ആഴ്ച കഴിഞ്ഞപ്പോ ആ വ്യക്തി മരിച്ചു എന്ന് വിചാരിക്കാം. ആ ഹോസ്പിറ്റലിൽ കിടന്ന് തന്നെ ആ പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞാല് ആ ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഡെഡ് ബോഡി വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങനെ ഇപ്പൊ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴ് ആ പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ തന്നെ ആ ഡെഡ് ബോഡി ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് എത്തിക്കും. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വേറെ നഷ്ടമൊന്നും വരുന്നില്ല. 2 ആഴ്ച ഓൾറെഡി ആ പേഷ്യന്റ് അവിടെ കിടക്കുമ്പോൾ കുറച്ച് എമൗണ്ട് ആ പേഷ്യന്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടല്ലോ, ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി കുറച്ച് എമൗണ്ട് കിട്ടി. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ള നിലയിൽ ഈ ഹോസ്പിറ്റലുകാർ ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആണോ നോക്കട്ടോ. Hospitals may provide the ambulance transport free of charge on the condition that the patients use the hospital services. ആ പേഷ്യന്റ് ഹോസ്പിറ്റൽ സർവീസ് അത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അവിടുത്തെ സർവീസ് എടുത്തു. അപ്പൊ ഹോസ്പിറ്റലിന് ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ള നിലയിൽ അവരെന്ത് ചെയ്യുന്നു, ആ പേഷ്യന്റ് അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ പിന്നെ വീട്ടിലേക്ക് ബോഡി കൊണ്ടുവരുന്ന പ്രത്യേകം കാശൊന്നും പിന്നെ മേടിക്കില്ല, ആംബുലൻസിന് വേറെ പൈസ ഒന്നും മേടിക്കില്ല. അപ്പൊ ഫ്രീ പോലെ അവരവിടെ ബോഡി വീട്ടിലേക്ക് എത്തിച്ചു തരും. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒരാളെങ്കിലും ജസ്റ്റ് ഒന്ന് തമ്പ് ചെയ്താലാണ് എനിക്ക് നിങ്ങളാണ്ടോ. ഇനിയിപ്പോ മനസ്സിലായില്ല എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, ഏത് പോയിന്റ് ആണെന്നുള്ളത് മാത്രം ഒന്ന് മെസ്സേജ് ചെയ്തിടാം. ഒന്നുകൂടി പറയാം, പഠിപ്പിക്കണത് അങ്ങനെ ക്ലിയർ ചെയ്ത് പോകാലോ. അങ്ങനെ കോസ്റ്റ് അനുസരിച്ച് നമുക്ക് ആംബുലൻസ് സർവീസിനെ നമുക്ക് 4 ആയി തിരിക്കാം. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ചാരിറ്റി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ഉണ്ട്. ഗവൺമെന്റ് ഫണ്ടഡിൽ എന്താണ്, അപ്പൊ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഒരു ആള് മരിച്ചാൽ അവിടെ പഞ്ചായത്തിന്റെ കീഴിലാണെങ്കിൽ പഞ്ചായത്തില് വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചു വരുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു ആംബുലൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വരും. അപ്പൊ അതിന് ചെറിയൊരു എമൗണ്ടേ വരുള്ളൂ, അങ്ങനെയുള്ളത്. ഇനി പ്രൈവറ്റ്ലി ഫണ്ടഡ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആംബുലൻസുകളാണ്. അപ്പൊ നമ്മൾ ആ ട്രാൻസ്പോർട്ട് അതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. ഗവൺമെന്റ് ഫണ്ടഡിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ചാർജ് കൂടുതലായിരിക്കും. നമ്മൾ നേരിട്ട് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ അത് അവരുടെ പേയ്മെന്റ് അവരിത് അഫോർഡ് ചെയ്തോളും.
പിന്നെ ചാരിറ്റി ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോ ഏതെങ്കിലും പേഷ്യൻസ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ചാരിറ്റി എന്തെങ്കിലും ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അത് ഫ്രീ ആയിരിക്കും, പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് എന്തായാലും സർവീസ് എന്നതിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ നമുക്ക് ആ പേഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള വീൽ ചെയറോ വാട്ടർ ബെഡോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചാരിറ്റിക്ക് നമുക്കൊരു കോൺട്രിബ്യൂഷൻ പോലെ കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് ചാരിറ്റിക്ക് അതുകൊണ്ട് നഷ്ടം ഒന്നുമില്ല. അപ്പൊ അങ്ങനെ. ഇനി അടുത്ത ഹോസ്പിറ്റൽ ഫണ്ടഡിൽ എന്താ, ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ പേഷ്യൻസ് ഒക്കെ അവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അവര് ആ സമയത്ത് കുറച്ച് പൈസ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ള നിലയിൽ മരിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ബോഡി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അതിന് വേറെ ചാർജ് ഒന്നും ഹോസ്പിറ്റലുകാര് പ്രത്യേകം മേടിക്കുന്നില്ല. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് വരുന്ന അങ്ങനെ കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസിനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് എമർജൻസി സർവീസ്, ഹൗ ഇറ്റ് വർക്ക്. ഓക്കെ, എമർജൻസി സർവീസ്, ഹൗ ഇറ്റ് വർക്ക്. ഓക്കെ, ഇപ്പൊ നമ്മൾ എമർജൻസി വരുമ്പോഴ് ആംബുലൻസ് ഒക്കെ വിളിക്കണമെങ്കിൽ ഏത് നമ്പറിലേക്കാ വിളിക്കുക, ഏത് നമ്പറിൽ കോൾ ചെയ്യണം? ആംബുലൻസിന്റെ നമ്പർ എത്രയാ? 108. ഓക്കെ, വെരി ഗുഡ്. 108 അല്ലെ? എമർജൻസി വരുമ്പോൾ നമുക്കൊരു ആംബുലൻസ് സർവീസ് വേണമെങ്കിൽ നമ്മൾ 108 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കുന്നത് അല്ലെ? ഓക്കെ, when an emergency is intimated through 108, the caller collects the needed basic information and send appropriate services. Primary information got includes. അപ്പൊ നമുക്കൊരു എമർജൻസി നമുക്ക് വിളിച്ചറിയിക്കണമെങ്കിൽ നമ്മൾ വിളിക്കുന്ന നമ്പർ 108 ആണ്. 108ലേക്ക് നമുക്ക് ആംബുലൻസ് വേണം, സർവീസ് വേണമെങ്കിൽ നമ്മൾ വിളിക്കും. അപ്പൊ ദ കോളർ എന്ന് വെച്ചാൽ വിളിക്കുന്ന ആള് കളക്ട് ദ നീഡഡ് ബേസിക് ഇൻഫർമേഷൻ. അപ്പൊ കോൾ ചെയ്യുന്ന ആളെന്താ, കുറച്ച് ബേസിക് ഇൻഫർമേഷൻ കൊടുക്കണം. ആൻഡ് സെൻഡ് അപ്രോപ്രിയേറ്റ് സർവീസ്. ആ സർവീസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന ആളുകൾ കുറച്ച് കാര്യങ്ങള് ബേസിക് ഇൻഫർമേഷൻ പറയണം. പ്രൈമറി ഇൻഫർമേഷൻ ഗോട്ട് ഇൻക്ലൂഡ്സ്. ഇവിടെ പറഞ്ഞേക്കുന്ന പ്രൈമറി ഇൻഫർമേഷൻസ് ഒക്കെയാണ്. നോക്കിയേ, 4 പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആള് എന്താ, എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളത് പറയണം. വെയർ ദ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം. എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത്, നമ്മുടെ ഡിസ്ട്രിക്ട്, അത് എവിടെയാണ് എമർജൻസി വന്നത്, എവിടേക്കാണ് ആംബുലൻസ് എത്തേണ്ടത്, അപ്പൊ അവിടുത്തെ ഡിസ്ട്രിക്ട് പറയണം, താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്. കറക്റ്റ് ആയിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. എങ്കിലാണ് നമുക്ക് ആ സമയത്ത് ആ സർവീസ്, ആംബുലൻസ് സർവീസ് എവിടെയാണോ കിട്ടേണ്ടത് അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ അറിയിക്കണം. ഇത് കോഡ് ചെയ്യുന്ന ആള് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മൾ അടുത്തുള്ള ഇതൊക്കെയാണ് പെട്ടെന്ന് കിട്ടുന്ന സർവീസ് കിട്ടുന്ന രീതിയിലാണ് പറയണത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ പറവൂര് സ്ഥലം ഏതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട്, ഇപ്പൊ ചേന്നമംഗലം ആണെങ്കിൽ ചേന്നമംഗലം, അതിനെന്തെങ്കിലും നമ്മൾ ഒരു അടയാളം പറയുന്നുണ്ടെങ്കിൽ ആ ഒരു അടയാളം പറഞ്ഞ് ആംബുലൻസിന് അധികം ദൂരം അന്വേഷിച്ച്, ഡ്രൈവറിന് അധികം ദൂരം അന്വേഷിച്ചൊക്കെ നടക്കാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ, ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, where the call is placed from. എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത്, ഡിസ്ട്രിക്ട്, താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്. നെക്സ്റ്റ് നോക്കി, സെക്കൻഡ് പോയിന്റിൽ എമർജൻസി ടൈപ്പ്. എമർജൻസി ഏത് തരം എമർജൻസി ആണെന്ന് പറയണം. എന്താ പറ്റിയത്, എന്ത് കാര്യം, അതിന്റെ എമർജൻസി ടൈപ്പ്, ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്നുള്ളത് പറയണം. എങ്കിലാണ് അതിനനുസരിച്ചുള്ള ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകണം, ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ കുറെ ടൈപ്പ് ആംബുലൻസ് പഠിച്ചല്ലോ, ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, ബേസിക് ലെവലൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഏത് ടൈപ്പ് ആംബുലൻസ് വേണ്ടത്, അത് ഏത് സർവീസ് ആണോ കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് എമർജൻസി ടൈപ്പ് പറയണം. ഇപ്പൊ നമ്മൾ വെറുതെ വിളിച്ചു വന്നാൽ പോരാ, ചിലപ്പോ ഓക്സിജൻ സിലിണ്ടർ ഒരുപാട് തന്നെ നമുക്ക് വലിയ വെന്റിലേറ്റർ ഉള്ള ഇത് വേണോ, അപ്പൊ വെന്റിലേറ്ററിൽ ആ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ. അപ്പൊ എന്താ പറയാ, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണെന്നുള്ളതും പറയണം. ഇനി അടുത്തത് തേർഡ് നോക്കിയേ, നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചുറീഡ്.
ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറിയുടെ. എത്ര ആളുകൾക്ക് ഇഞ്ചുറി പറ്റി, എത്ര പേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് സർവീസ് ആവശ്യപ്പെട്ടത്, ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറിയുടെ അവസ്ഥ, ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് പറയണം. നമ്മൾ പറഞ്ഞില്ലേ ഒരു തരത്തിലുള്ള ആംബുലൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു പല ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ആംബുലൻസ് ബസ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആംബുലൻസ് ബസ്. അപ്പൊ ഒരു അപകടം നടന്നു, ഒരുപാട് പേർക്ക്, ഒത്തിരി പേർക്ക്, 10ഓ 20ഓ പേരെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഒരുമിച്ച്. അപ്പൊ അതുപോലെ ഒരു അപകടമൊക്കെ നടന്ന് കുറച്ചധികം പേരെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഈ ആംബുലൻസ് ബസ് വേണം. അതുകൊണ്ടാണ് എത്ര ആളുകളെ കൊണ്ടുപോകാനാണ്, നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചുറിഡ്, എത്ര പേർക്ക് ഇഞ്ചുറി ഉണ്ടെന്നും അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതും ക്ലിയർ ആയിട്ട് പറയണം. പിന്നെ ലാസ്റ്റ് നോക്കിയേ, 4th പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ദ കോളർ നെയിം, വിളിക്കുന്ന ആള് ആരാന്ന് കൃത്യമായിട്ട് പറയണം. ആൻഡ് കോണ്ടാക്ട് നമ്പർ, വിളിക്കുന്ന ആളുടെ പേരും കോണ്ടാക്ട് നമ്പറും കൊടുക്കണം. ഇപ്പൊ അതിന്റെ ആവശ്യം വരില്ല, നമ്മൾ മൊബൈൽ ടു മൊബൈൽ അല്ലേ വിളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നമ്പർ ഓൾറെഡി അവിടെ ഇതായിക്കോളും, അവർക്കുടെ ഫോണിൽ കിട്ടും. അപ്പൊ തിരിച്ച് നമ്മളെ ഒന്ന് കോൾ ചെയ്യണമെങ്കിൽ ആ നമ്പർ ഒന്ന് എടുത്താൽ മതി അല്ലെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന കോള് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ കിട്ടും. പണ്ട് ഇതിനെ വെച്ചിട്ടാ പറയുന്നത് ദ കോളർ നെയിം ആൻഡ് ദ കോണ്ടാക്ട് നമ്പർ. ഇത് എന്തിനു വേണ്ടിയാ? ഫോർ ലൊക്കേഷൻ ഗൈഡ് ലൈൻസ് ഇഫ് നീഡ്. നമുക്ക് ആവശ്യമായിട്ട് ഇപ്പൊ അവർക്ക് ആംബുലൻസ് വന്നു, പകുതി വഴി എത്തിയപ്പോഴേക്കും എന്തെങ്കിലും അവർക്ക് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആ കോളറിനെ ഒന്നുകൂടി വിളിച്ചൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ കോളറിന്റെ പേരും കോണ്ടാക്ട് നമ്പറും പറയണം. ക്ലിയർ ആയോ നോക്കിയേ 4 പോയിന്റ്സ്. ഒരു എമർജൻസി സർവീസ് ആവശ്യപ്പെട്ട് വിളിക്കുമ്പോൾ ഒരു കോളർ പറയേണ്ട കാര്യങ്ങളാ പറഞ്ഞേക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് പറയണം, എമർജൻസി ടൈപ്പ് പറയണം, എത്ര ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചു, അതിന്റെ ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് പറയണം. ലാസ്റ്റ് പറഞ്ഞ കോളറിന്റെ നെയിമും കോണ്ടാക്ട് നമ്പറും അറിയിക്കണം. ഓക്കെ, ഇത് നോക്കിയേ, emergency help sent through this process is expected to reach the site of the emergency in an average of 18 minutes. അപ്പൊ നമ്മൾ ദൂരമുള്ളതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റൂല ആംബുലൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് 18 മിനിറ്റ് കൊണ്ട്, ആവറേജ് ഒരു 18 മിനിറ്റ് കൊണ്ട് എത്തുന്ന രീതിയിലുള്ള സർവീസ് ആയിരിക്കണം നമ്മൾ വിളിക്കേണ്ടത്. അപ്പൊ 18 മിനിറ്റിനുള്ള, അപ്പൊ അത് നമ്മൾ ഏകദേശം എന്താ പറയാ, തൊട്ടടുത്തൊക്കെ ഉള്ള രീതിയിൽ അടുത്തുനിന്ന് വിളിക്കണം എന്നാ ഉദ്ദേശിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് തന്നെ എത്തുന്ന രീതിയിൽ, ഈ സൈറ്റിൽ എത്തുന്ന രീതിയിലുള്ള ഹെൽപ്പ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. 18 മിനിറ്റ് കൊണ്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഹെൽപ്പ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പ്രീ ഹോസ്പിറ്റൽ കെയർ വിൽ ബി ഗിവൺ ടു പേഷ്യന്റ് who are transported to the nearest hospital. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, പ്രീ ഹോസ്പിറ്റൽ കെയർ, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നുള്ള കെയറുകൾ കൊടുക്കണമല്ലോ. ആംബുലൻസിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അവർക്ക്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കൊടുക്കണം, ഗിവൺ ടു പേഷ്യന്റ് ഹു ആർ ട്രാൻസ്പോർട്ട് സമയത്ത് ആ ഇത് കെയറുകളൊക്കെ പേഷ്യൻസിന് കൊടുക്കണം. പ്രീ ഹോസ്പിറ്റൽ കെയർ വിൽ ബി ഗിവൺ ടു പേഷ്യന്റ് who are transported to the nearest hospital. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കെയർ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ദ സർവീസ് ജനറലി ഫ്രീ ടു പേഷ്യന്റ്. ആ സർവീസ് എന്ന് പറയുന്നത് പേഷ്യൻസിന് ഫ്രീ ആയിരിക്കണം, അതിന് വേറെ പൈസ ഒന്നും മേടിക്കരുത്. ദ സർവീസ് ജനറലി ഫ്രീ ടു പേഷ്യൻസ്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന വരെയുള്ള ചില സർവീസുകൾ ട്രാൻസ്പോർട്ട് സമയത്ത് പേഷ്യൻസ് കൊടുക്കണം, അത് ഫ്രീ ആയിരിക്കും. 108 ഈസ് ജനറലി ബൈ ദ EMRI, എക്സ്പാൻഡഡ് ഫോം ചോദിക്കും കേട്ടോ, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 108 ഈസ് ജനറലി ബൈ ദ EMRI, Emergency Management and Research Institute, across more than 10 states in India. അപ്പോൾ നോക്കിയേ, 108 is generally by the EMRI across more than 10 states in India. ഇന്ത്യയിൽ 10 സ്റ്റേറ്റിൽ കൂടുതൽ എമർജൻസിക്ക് വേണ്ടി ആംബുലൻസിന് വിളിക്കുന്നത് 108 എന്ന നമ്പറാണ്. മോർ ദാൻ 10 states in India. ഇന്ത്യയിൽ 10 സ്റ്റേറ്റിൽ കൂടുതലുള്ള സ്റ്റേറ്റുകളിലും 108 എന്ന നമ്പർ ആയിരിക്കും ഈ എമർജൻസി ആംബുലൻസിനെ വിളിക്കുന്നത്. 108. During an emergency situation, to know what to do might save someone's life.
അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ വിളിക്കുന്ന ആളെ ആശ്രയിച്ചിരിക്കും അയാളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല എമർജൻസി ആയിട്ട് നമ്മൾ വെറുതെ വിളിച്ചിട്ട് തന്നെ ആളാണ് ഇവിടെ ഒരു ആംബുലൻസ് വേണം, അത്ര മാത്രമേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ ചിലപ്പോൾ സാധാ ടൈപ്പ് ആംബുലൻസ് ആയിരിക്കും വിടുന്നത്. പക്ഷെ ഈ പേഷ്യൻസ് നല്ല എമർജൻസിയിൽ കിടക്കുന്നതായിരിക്കും, ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളോട് കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആയിരിക്കണം വേണ്ടത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലോ, ഇൻഫർമേഷൻ പറഞ്ഞില്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ലൈഫിന് തന്നെ ഇതാവും, സേവ് ചെയ്യാൻ പറ്റില്ല, സേവ് ദ അപ്പൊ അവരുടെ ജീവൻ തന്നെ നമുക്ക് ആപത്തിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന ആള് കൃത്യമായിട്ട് വിവരങ്ങൾ പറയണം. ഇന്ന രോഗമാണ്, അപ്പൊ ഇങ്ങനെ കിടക്കുന്ന പേഷ്യൻസ് ആണ്, അപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ആംബുലൻസിൽ വേണം എന്നുള്ളതൊക്കെ പറയണം. Here are few tips on what you should tell the emergency dispatcher while calling for an ambulance. ഇവിടെ കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞേക്കുന്നത്. What you should tell the emergency dispatcher. ഡിസ്പാച്ചർ എന്ന് വെച്ചാൽ എമർജൻസി അറിയിക്കുന്ന ആള്, എമർജൻസി വിളിച്ചു പറയുന്ന ആള്, കോളർ. എന്തൊക്കെയാ ആംബുലൻസിനെ വിളിക്കുമ്പോൾ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഒരു ടിപ്സ് പോലെ ഇവിടെ തന്നേക്കുന്നതാണ് കേട്ടോ. ഇതും കോൾ ചെയ്യുന്ന ആള് പറയേണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനിൽ ആംബുലൻസിന് വിളിക്കണ്ടോ എന്ന് വെച്ചിട്ടുണ്ടോ? ഒരു ആംബുലൻസ് സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും വിളിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവരാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഒരു ആംബുലൻസ് സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് ആംബുലൻസിന് വിളിച്ചിട്ടുണ്ടോ? ആരുമില്ല? ഇല്ല. ബോയ്സ് ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് പറയുന്നത് എന്താ, നമ്മളപ്പോ വിളിക്കുന്ന ആളുടെ ബേസ് ചെയ്തിരിക്കും ആ പേഷ്യന്റിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എമർജൻസി അറിയിക്കുന്ന ആള് ആംബുലൻസിനെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് താഴെ പറഞ്ഞേക്കുന്നത്. അതൊരു 7 പോയിന്റ് ആയിട്ട്, 7 6 പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. പോയിന്റ് വൈസ് ഒന്ന് വായിക്കാം നമുക്ക്. നോക്കി, ഫസ്റ്റ് പോയിന്റ്, ബി കാം and tell the emergency operator the details of the type of the emergency. അപ്പൊ വിളിക്കുന്ന ആൾ എങ്ങനെയായിരിക്കും? ആദ്യം ബി കാം. കാം എന്ന് പറഞ്ഞാൽ എന്താ? CALM, കാം. എങ്ങനെ വിളിക്കണം എന്നാ പറയുന്നേ? കാമിന്റെ മീനിങ് എന്നാ? CALM. മെസ്സേജ് ചെയ്യാനുള്ള ഇതാണോ? എങ്ങനെയാ? ശാന്തമായിട്ട് അല്ലെ? നമ്മൾ ടെൻഷനൊന്നും ശാന്തമായിട്ട്. ഓക്കെ, മായ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശാന്തമായിട്ട്, അത് ഫ്രീ ആയിട്ട്, നമ്മൾ ടെൻഷനൊന്നും ഇല്ലാതെ, ടെൻഷനോട് വെപ്രാളത്തെ കൂടെ ഓടിപ്പടഞ്ഞ് വിളിക്കാൻ പാടില്ല. നമ്മൾ വിളിക്കുന്ന ആള് വളരെ കാമായിരിക്കണം, നല്ല ശാന്തമായിട്ട് വിളിക്കണം. And to tell the emergency operator the details of the type of emergency. എന്നിട്ട് എന്ത് ചെയ്യണം? വളരെ ശാന്തമായിട്ട് നമ്മൾ വിളിച്ചിട്ട് എമർജൻസി ഓപ്പറേറ്റർ, ആംബുലൻസ് ഡ്രൈവർ അവരാണെങ്കിൽ ആരാണോ കോണ്ടാക്ട് ചെയ്യുന്ന അവരോട് നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണെന്ന് വളരെ സാവധാനം തന്നെ പറയുക. ടെൻഷൻ അടിച്ചോ തിരക്ക് പിടിച്ചോ ഒന്നും പറയാതെ വളരെ ശാന്തമായിട്ട് തന്നെ പറയുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ടെൻഷൻ ആവാതെ ശാന്തമായിട്ട് തന്നെ അവരോട് പറയുക. Okay, second point, you will be demanded to tell him or her the address to where the ambulance should reach. That include the postal code. അടുത്ത നോക്കിയ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ അങ്ങനെ ആംബുലൻസ് വിളിക്കുമ്പോൾ നമ്മുടെ അഡ്രസ് പറയണം. എവിടെയാണ് നമ്മുടെ അഡ്രസ് പറഞ്ഞാലാണ് ആ അഡ്രസ്സിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇൻക്ലൂഡ് ദ പോസ്റ്റൽ കോഡ്. കേട്ടോ, പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള കറക്റ്റ് അഡ്രസ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഇട്ട് നോക്കിയേ. യുവർ ഫോൺ നമ്പർ മേ ഓൾസോ ബി എൻക്വയർഡ് ഫോർ. ഇപ്പൊ നമ്മുടെ ഫോൺ നമ്പർ ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറും കൂടി പറയണം. ഇൻ കേസ് ദ ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോണ്ടാക്ട് യു ഫോർ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ആ ഓപ്പറേറ്ററിന് നമ്മൾ ഇനി എന്തെങ്കിലും കാര്യത്തിന് ഡയറക്ഷന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കോളറിനെ ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഫോൺ നമ്പറും പറഞ്ഞു കൊടുക്കണം. ഫോൺ നമ്പർ മേ ഓൾസോ ബി എൻക്വയർഡ് ഓർ ഇൻ കേസ് ദ ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോണ്ടാക്ട്
യു ഫോർ ഡയറക്ഷൻ. ഡയറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അവര് പകുതി വഴി വന്നു, അപ്പൊ അവർക്കൊരു സംശയം വന്നു, ലൊക്കേഷൻ സംശയം കൺഫ്യൂസ്ഡ് ആയെങ്കിൽ ഒന്നുകൂടി കോളറിനെ ഒന്ന് വിളിച്ച് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കോളറിൽ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ഫോൺ നമ്പർ കൂടി വേണം, പറഞ്ഞു കൊടുക്കണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, he or she will also need the patient's age, sex and any medical history you might recollect. അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ, ആ വിളിക്കുന്ന ആളൊക്കെ അറിയാമെങ്കിൽ, അതേക്കുറിച്ച് അറിവുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ഏജ്, എത്ര വയസ്സായ പേഷ്യന്റ് ആണെന്ന് പറയണം, സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറയണം, അവർക്കുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഇതിനു മുന്നുള്ള മെഡിക്കൽ ഹിസ്റ്ററി ഇങ്ങനെ അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അവർക്ക് അതിന്റെ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ അതേ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ പേഷ്യൻസിന്റെ ഏജ്, സെക്സ്, മെഡിക്കൽ ഹിസ്റ്ററി എന്നിവ കൂടി പറഞ്ഞു കൊടുക്കണം. അടുത്ത നോക്കിയേ, ദ ഓപ്പറേറ്റർ വിൽ ഓൾസോ നീഡ് ടു നോ ഇഫ് ദ പേഴ്സൺ ഈസ് ബ്ലീഡിംഗ്, if he or she is conscious, has chest pain and is breathing. അടുത്ത നോക്കിയേ, the operator will also need to know the if person, ആ പേഷ്യന്റിന്, ആ പേഴ്സൺ എന്തെങ്കിലും ബ്ലീഡിംഗ് ആണോ, ബ്ലീഡിംഗ് ആയിട്ടാണോ, ഇന്റേണൽ ഇഞ്ചുറി പറ്റിയതാണോ, ബ്ലീഡിംഗ് ഉണ്ടോ, അത് കോൺഷ്യസ് ആണോ, അബോധാവസ്ഥയിലാണോ, ബോധാവസ്ഥയിലാണോ, കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് ഏതാണെങ്കിലും ബോധാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലുള്ളതാണോ, ഹാസ് ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ് ഇപ്പൊ ഉണ്ടോ, അപ്പൊ ബ്രീത്തിങ് ഒക്കെ ഇല്ല, ഇതായ ബുദ്ധിമുട്ട് ചെസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രീത്തിങ് കൊടുക്കാൻ വേണ്ടി CPR ഒക്കെ കൊടുക്കാൻ അറിയുന്ന ആള് വേണം. CPR കൊടുക്കാൻ, പിന്നെ അല്ലെങ്കിൽ ഡിഫ്രിബിലേറ്റർ, അതൊക്കെ ഡീറ്റെയിൽ പഠിക്കാം. അപ്പൊ CPR കൊടുത്തിട്ടും അവർക്ക് നോർമൽ ബ്രീത്തിങ്ങിലേക്ക് വരുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ആണ് ഡിഫ്രിബിലേറ്റർ എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അത് നിങ്ങള് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ എന്ന് പറയും. ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ചെസ്റ്റിൽ ഇങ്ങനെ രണ്ട് ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ജർക്ക് പോലെ ഇങ്ങനെ പെട്ടെന്ന് ബ്രീത്തിങ് ഒക്കെ കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള അറിവുള്ള ആളും കൂടി അതിന്റെ കൂട്ടത്തിൽ വേണം. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആ പേഷ്യന്റിന് ബുദ്ധിമുട്ടുണ്ടോ, ചെസ്റ്റ് പെയിന്, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ, കോൺഷ്യസ് സ്റ്റേറ്റിലാണോ ഇപ്പൊ ആ പേഷ്യന്റ് ഉള്ളത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസും കൂടി നമ്മൾ ആ സമയത്ത് പാസ് ചെയ്യണം. ക്ലിയർ ആണോ നോക്കിയേ? 5 പോയിന്റ്, ഈ ഒരു പോയിന്റും കൂടി ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവില്ലേ? 1-2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഒരുപാട് മെഡിക്കൽ ടേംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട്, ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തന്നിരിക്കുന്നത്. ലാസ്റ്റ് 6th പോയിന്റിൽ പറഞ്ഞേക്കുന്ന നോക്കിയേ, യു വിൽ ഓൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ക്ലിയർ ദ ടൈപ്പ് ഓഫ്, വീണ്ടും അതൊക്കെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, ക്ലിയർ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി ഓർ എമർജൻസി ആൻഡ് വാട്ട് കോസ്ഡ് ദ ഇൻസിഡൻസ്. അപ്പൊ നമ്മൾ ഇതുകൂടി ആ ടൈപ്പ് ഓഫ് ഇഞ്ചുറി, എന്ത് തരത്തിലുള്ള ഇഞ്ചുറി ആണ്, ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്നുള്ളതും നമ്മൾ ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ അതിന്റെ കാരണം, ആ സംഭവത്തിന് കാരണം എന്താണ്, വാട്ട് കോസ്ഡ് ദ ഇൻസിഡൻസ്, ആ ഇൻസിഡൻസിന് കാരണം എന്താണ്, ഉണ്ടായ സംഭവം, ആ ഇൻസിഡൻസ് ഉണ്ടാവാനുണ്ടായ സംഭവം എന്തെല്ലാമാണെന്നുള്ളതൊക്കെ ഒന്ന് അതിനെ കുറിച്ചൊരു ചെറുതായിട്ട് ഷോർട്ട്, ഒരുപാട് കഥ പോലെ പറഞ്ഞിരിക്കാൻ സമയമൊന്നുമില്ല, അതുകൊണ്ട് ചെറിയായിട്ട് ഷോർട്ടായിട്ട് ഒന്ന് അതും കൂടി പറഞ്ഞു കൊടുക്കണം. You will also be demanded to make clear the type of injury or emergency and what caused the incidents. ആ സംഭവത്തിന് കാരണമായിട്ടുള്ള അതെന്താണെന്ന്, കാരണമായ ഇൻസിഡൻസിന് കാരണമായിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്രൂയിങ് എന്ന് പറയുന്നത്. ഈ പോയിന്റ്സുകൾ ഇനി വായിപ്പിക്കണോ നിങ്ങളെ കൊണ്ട്? പോയിന്റ്സുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളില്ലേ? ഓക്കെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആംബുലൻസ് കുറച്ചും കൂടി ഉള്ളൂ, 2 ക്ലാസ് കൂടി തീർക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോ ഒന്നുകൂടി പറഞ്ഞു പോകാം. ഓക്കെ, പോരെ? ഒരു പേജ് നമ്മൾ എടുത്തുള്ളൂ, 2 പേജെങ്കിലും ഒരു ദിവസം എടുത്തില്ലെങ്കിൽ ഓക്കെ, 2 പേജ്, 2 കാര്യങ്ങളും കൂടി നോക്കാം. അല്ലെങ്കിൽ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത് നമുക്ക് ക്രൂയിങ് എന്താന്നുള്ളത്. ഓക്കെ, ക്രൂയിങ് എന്ന് ചോദിച്ചാൽ ആംബുലൻസിലെ സ്റ്റാഫ് ഇല്ലേ,
ജോലിക്കാരെയാണ് ക്രൂയിങ് എന്ന് പറയുന്നത്. ക്രൂയിങ്. ആംബുലൻസിലെ സ്റ്റാഫിനെ അല്ലെങ്കിൽ ജീവനക്കാരെയാണ് ക്രൂയിങ് എന്ന് പറയുന്നത്. ക്രൂയിങ്. ആംബുലൻസിലെ സ്റ്റാഫിനെ കുറിച്ച് പറയുന്നതാണ് ക്രൂയിങ് എന്ന് പറയുന്നത്. There are different levels of qualification that the ambulance crew may hold. അപ്പൊ ആംബുലൻസിലെ ക്രൂസ് ജോലിക്കാരെന്ന് പറയുന്നത് പലതരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ക്രൂസിന് പലതരത്തിലുള്ള ക്വാളിഫിക്കേഷൻ വേണം. അത് നമ്മൾ എന്താ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ആംബുലൻസ് വെച്ചിട്ട്, ഇപ്പൊ ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് എന്താ ഡ്രൈവിംഗ് അറിയണം, ആംബുലൻസ് ഓടിക്കാൻ അറിയണം. അതുകൂടാതെ എന്താ ഈ പേഷ്യൻസിനെ ഒന്ന് ആംബുലൻസിലേക്ക് കയറ്റാനോ ആംബുലൻസിലേക്ക് ഒന്ന് ഇറക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, പിന്നെ നമ്മൾ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത് പറഞ്ഞില്ലേ റേഡിയോ, 2-way റേഡിയോസ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് പാസ് ചെയ്യാൻ അറിയണം. പിന്നെ മെഡിസിൻ ഒക്കെ എവിടെ ഇരിക്കണേ, അത്രയുള്ള ജസ്റ്റ് ഇൻഫർമേഷൻ കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയാവും. അല്ലാതെ ഈ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കണം അങ്ങനെയുള്ള ഒന്നും അറിയണമെന്നില്ല. ഇപ്പൊ ഏറ്റവും നോർമൽ ആംബുലൻസ് ടൈപ്പ് എയിലുള്ളവര് അവർക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ മതിയാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്താ പറഞ്ഞ ആംബുലൻസിലെ ക്രൂസ് തന്നെ പലതരത്തിലുള്ള പല ലെവലിലുള്ള ആളുകളുണ്ട്. ക്വാളിഫിക്കേഷൻ ഉള്ളതും അധികം ക്വാളിഫിക്കേഷൻ വേണ്ടാത്തതും ഉണ്ട്. ഇത് ആ ലെവല് നോക്കിയിട്ടാണ്, ആംബുലൻസിലെ ലെവല് നോക്കിയിട്ട് അങ്ങനെ പല ഇതായിട്ട് നമുക്ക് ക്രൂസിന് വ്യത്യസ്ത ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കും ആംബുലൻസിലെ ക്രൂസ് എന്ന് പറയുന്നത്. ഫ്രം holding the formal qualification to have a fully qualified doctor on the board. അപ്പൊ ഇതുപോലെ നോർമൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ മുതൽ എന്നാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വരെ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ പേഷ്യൻസിന് എമർജൻസി ആയിട്ട് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഡോക്ടർ ആ പേഷ്യൻസിന്റെ കൂടെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ആ ഡോക്ടർ വേണം. അല്ലെങ്കിൽ ഇപ്പൊ ആംബുലൻസിലെ സാധാരണ നോർമൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഇപ്പൊ ആംബുലൻസിലെ ഡ്രൈവർ വേണം. പിന്നെ അതുകൂടാതെ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്റ്റാഫ് നേഴ്സ്, അത് ചിലതില് സ്റ്റാഫ് നേഴ്സ് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ ഒരു ആള് മതി സാധാരണ കേസ് നോർമൽ കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ. ഇനിയിപ്പോ കുറച്ചും കൂടി ഇതാണെങ്കിൽ ചിലതിൽ നേഴ്സ്, ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സിന്റെ കാര്യം, അത് ആ പേഷ്യന്റിന്റെ എമർജൻസി നോക്കിയതാണ്. ചിലതിന് വേണമെങ്കിൽ നേഴ്സ് മതിയാവും, ആംബുലൻസ് ഡ്രൈവറും അല്ലെങ്കിൽ നേഴ്സിംഗ് സ്റ്റാഫും മതിയാവും. ചിലതില് ഇതുപോലെ കൂടുതൽ എമർജൻസി ആയിട്ട് പോവുകയാണെങ്കിൽ ഡോക്ടർ തന്നെ വേണ്ടി വന്നേക്കാം. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നനുസരിച്ച് അതിനകത്തുള്ള മെമ്പേഴ്സ് ഒക്കെ അവര് വ്യത്യാസം ആയിരിക്കും. ചിലപ്പോ ഒരു ഡോക്ടർ വേണം, ചിലപ്പോൾ ഒരു നേഴ്സ് മതിയാവും, ചിലപ്പോ എന്നാൽ അറ്റൻഡർ മാത്രം മതിയാവും, ഡ്രൈവറും അറ്റൻഡറും മാത്രം മതിയാവും. ചിലപ്പോൾ എന്താ പറഞ്ഞേക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ തന്നെ വേണം. മോസ്റ്റ് ആംബുലൻസ് സർവീസസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്. അപ്പോൾ സാധാരണ ആംബുലൻസിൽ 2 ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവുന്നത്, 2 ജോലിക്കാർ സാധാരണയായിട്ടാ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്, 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും വേണം. ക്രൂസ് വേണം ഇതിനകത്ത്. To be on every ambulance, 1 to drive and 1 to attend the patient. ഒരാള് ആംബുലൻസ് ഡ്രൈവ് ചെയ്യാനും ഒരാള് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനും. ഓക്കെ, ഇത് ചോദിക്കാട്ടോ. മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് ക്രൂ മെമ്പേഴ്സ്. എത്ര ക്രൂ മെമ്പേഴ്സ് വേണം? അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്. ഒരെണ്ണം മസ്റ്റ് ആണ്. വണ്ടി ഓടിക്കണ്ടേ, ആംബുലൻസ് ഓടിക്കണ്ടേ, ഡ്രൈവർ വേണം. അതുകൂടാതെ ഇപ്പൊ ഡ്രൈവർ മാത്രം പോയി കഴിഞ്ഞാൽ പേഷ്യന്റിനെ ഒന്ന് നോക്കണ്ടേ, പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു അറ്റൻഡർ വേണം. അറ്റൻഡ് ടു പേഷ്യന്റ്, 1 who attend the patient. പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ ഒരാൾ വേണം, ഡ്രൈവർ വേണം. അങ്ങനെ മോസ്റ്റ് കോമൺ ആംബുലൻസ് ക്രൂ ക്വാളിഫിക്കേഷൻസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആംബുലൻസിന്റെ ക്രൂസിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ പലതായി തിരിക്കാം. ഫസ്റ്റ് റെസ്പോണ്ടർ ഉണ്ട്, ആംബുലൻസ് ഡ്രൈവർ ഉണ്ട്, നോൺ എമർജൻസി അറ്റൻഡന്റ് ഉണ്ട്, അതുപോലെ എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ ഉണ്ട്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഉണ്ട്, രജിസ്റ്റേർഡ് നേഴ്സുകൾ വരുന്നുണ്ട്, പാരാമെഡിക്സ് ഉണ്ട്, എമർജൻസി കെയർ പ്രാക്ടീഷണർ ഉണ്ട്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഉണ്ട്, 10ാമത്തെ ഫിസിഷ്യൻ ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. ഇങ്ങനെ അപ്പൊ ക്രൂസിന്റെ ക്വാളിഫിക്കേഷൻ ആണ്, കോമൺ ആംബുലൻസ് ക്രൂ ക്വാളിഫിക്കേഷൻ ആണ് താഴെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ക്രൂസ് എന്താന്ന് പറഞ്ഞല്ലോ, ക്രൂയിങ് എന്ന് പറഞ്ഞാൽ ആംബുലൻസിലെ സ്റ്റാഫ്, അവിടുത്തെ ജോലിക്കാരെയാണ് ക്രൂസ് എന്ന് പറയുന്നത്. ക്രൂയിങ്
ക്രൂസ് എന്ന് പറയുന്നത് ആംബുലൻസിലെ ജോലിക്കാരാണ്. അതെല്ലാവരും എല്ലാ ആംബുലൻസിലും ഒരുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് വേണ്ട. നമ്മൾ ആ കൊടുക്കുന്ന സർവീസിനെ ബേസ് ചെയ്തിട്ട് ചില ആംബുലൻസിൽ ഞാൻ പറഞ്ഞില്ലേ നോർമലി ടൈപ്പ് ചെയ്യുന്നൊക്കെ അത് മതി, ജസ്റ്റ് പേഷ്യന്റിന് കയറ്റുക, പേഷ്യന്റിനെ ഇറക്കുക, പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ആ 2 വേ റേഡിയോ ഒന്ന് യൂസ് ചെയ്യാൻ അറിയണം. മെഡിസിൻ ഒക്കെ എവിടെ ഇരിക്കുന്നത്, ആംബുലൻസിൽ എവിടെയാണ് ഇതൊക്കെ ഇരിക്കുന്നത് എന്നോട് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ, എവിടെയാണ് ഇന്ന കാര്യങ്ങൾ ഇവിടെയൊക്കെയാണ് വെച്ചേക്കുന്നത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഓരോ ടൈപ്പ് കൂടുന്നതിനനുസരിച്ചും നമ്മൾ ടൈപ്പ് ഡിയിലാണെങ്കിൽ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഈ മെഷീൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്രൂസ് ആ ആംബുലൻസിൽ വേണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ ഓരോ ടൈപ്പിനനുസരിച്ച് അതിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വ്യത്യാസമായിരിക്കും. ചില പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞല്ലോ, ഒരു ഡ്രൈവറും ബിനോയാണോ അവിടെ മഴ ഇല്ല, ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ, നല്ല തെളിഞ്ഞ് നല്ല വെയില അവിടെ. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? ഓക്കെ. ഇപ്പൊ സാധാരണയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 2 ക്രൂ മെമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞു, ഒരു ഡ്രൈവറും ഒരാള് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനും. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു പിള്ളേരെ? നിങ്ങൾ നോക്കിയായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു മേഡം, ഞാൻ ഉണ്ടായിരുന്നു എല്ലാ ക്ലാസ്സും. വിനോയ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേ? ആ ഓക്കെ, വിനോയ് അല്ല, മൊത്തം എത്ര പേരുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്? ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് ആകുമ്പോഴത്തേക്കും പിള്ളേരെ അധികം ലീവ് ചെയ്യണ്ട, അതായത് ചോദിച്ചതാ. മേഡം പലർക്കും നെറ്റ് ഇഷ്യൂ ആയിരിക്കും മേഡം, അതിന്റെ കാര്യം അതുകൊണ്ടായിരിക്കും അവർ ലെഫ്റ്റ് ആവുന്നത്. 32 നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോ 32 ഉണ്ടായിരുന്നു, 33 അങ്ങനെയാണ് ഉണ്ടായിരുന്നു തോന്നുന്നത്. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് മിസ് ചെയ്യണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇവിടെ നോട്ട് ചെയ്യണ്ടോ, ആ കാര്യം പറഞ്ഞിട്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇന്റേണലില് മാർക്ക് വരുമ്പോ എക്സാമിന് കൂടാതെ ഇന്റേണൽ മാർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഡെയിലി ക്ലാസ്സിൽ കയറുന്നവര്, സ്കിപ്പ് ചെയ്ത ക്ലാസ് കാണുന്നവര് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ലാസ്റ്റ് ഒരു മാർക്ക് വരണ്ടേ, ഇന്റേണൽ മാർക്ക്. അതിന് ഇതൊക്കെ നോക്കാം. ഇനി എന്തെങ്കിലും കാരണവശാല് നമ്മൾ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ലീവ് ചെയ്യണ്ടിരിക്കുക, എന്റെ ക്ലാസ് മാത്രമല്ല ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ലീവ് ചെയ്ത് പോകേണ്ട വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകാം, ഇന്ന കാരണം കൊണ്ട് ഞാൻ ലീവ് ചെയ്യാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പഠിച്ചത്. ഇനി ഒരു ക്ലാസ് കൂടി നമുക്ക് മതിയാവും. ഇത് അറ്റൻഡൻസ് എടുക്കുന്നുണ്ടോ മേഡം? ഞങ്ങൾ ഇവിടെ എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്, എത്ര കുട്ടികൾ കയറുന്നുണ്ട്, ഓരോരുത്തരെയൊക്കെ ഇവിടെ ടെക്നിക്കലിൽ കുറച്ച് പേരുകൾ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ ദിവസം കയറാറുണ്ട് മേഡം, ഞാൻ ഒരു ദിവസം മാത്രമേ ലീവ് ആയുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അപ്പൊ കുഴപ്പമൊന്നുമില്ലാതെ ചെറിയ വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല ഈ ഒരു ഏരിയ. നമ്മളൊന്നുകൂടെ നോക്കാം. ഓഡിയബിൾ വാണിംഗ് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആംബുലൻസിന് 4 ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗവൺമെന്റ് ഫണ്ടഡ്, പ്രൈവറ്റ്ലി ഫണ്ടഡ്, ചാരിറ്റി ഫണ്ടഡ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. എമർജൻസിക്ക് വേണ്ടി നമ്മൾ 108 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ വിളിക്കുമ്പോൾ കോളർ നമ്മൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ഒരു 4. ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് മേഡം. നമ്മുടെ ഏരിയയിൽ തന്നെ ഇഷ്ടം പോലെ ആശുപത്രി ഉണ്ട്. അപ്പൊ ഈ 108 വിളിച്ചാൽ ഏത് ആശുപത്രിയിലോട്ട് പോകുന്നതാണ് നമ്മൾ ഉറപ്പ്? അല്ല, നമുക്ക് ഇഷ്ടം പോലെ ആശുപത്രി ഇവിടെ ഉണ്ടല്ലോ മേഡം. അപ്പൊ നമ്മൾ 108 വിളിക്കുന്നത് മേഡം പറയുന്നുണ്ട്. ഇപ്പൊ ഈ 108 വിളിച്ചാൽ നമ്മൾ ഏത് ആശുപത്രി കണക്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? അത് ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ലോക്കലിലേക്ക് വെച്ചിട്ടായിരിക്കും. ഇതിപ്പോ എങ്ങനെയാന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനും ഈ പറഞ്ഞാലും വിളിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെ ഒരു എമർജൻസി ആംബുലൻസിനെ വിളിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഇവിടെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ. എന്തായാലും നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവിടെ 18 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒരു ലൊക്കേഷനിലേക്ക് എത്തുന്ന രീതിയിൽ ആ ഒരു ഇതിനെ വേണം വിളിക്കാൻ. അപ്പൊ തൊട്ടടുത്തുള്ളത് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും. നമുക്ക് ഇവിടെ പ്രിന്റഡ് എഴുതി വെച്ചങ്ങനെ കാര്യങ്ങൾ പഠിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താ കുറച്ചുകൂടി ഡീറ്റെയിൽ അറിയാൻ പറ്റും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സർവീസ് ആണ്. അപ്പൊ ആ ലൊക്കേഷൻ ഒക്കെ പറയുമ്പോൾ ഒരു പക്ഷേ അവിടുത്തെ ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമായിരിക്കും. നമ്മളിപ്പോ 108ലേക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന എമർജൻസി ഉണ്ട്, ആംബുലൻസ് സർവീസ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ഇതിലേക്ക് ചിലപ്പോൾ എല്ലാ മെസ്സേജുകൾ പോകുമോ, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സർവീസ് കിട്ടുമായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് ഇപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ എമർജൻസി ആയിട്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എത്രയും തൊട്ടടുത്തുനിന്ന് എത്രയും പെട്ടെന്ന്
കിട്ടുന്ന രീതിയിൽ നമുക്ക് സർവീസ് കിട്ടുമല്ലോ. അതനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതൊക്കെ വായിച്ചു നോക്കുക. കൺവേർട്സ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് മേഡം നെറ്റ് ഇതായപ്പോ തനിയെ കട്ടായി പോയി. കുഴപ്പമില്ല, കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞല്ലോ. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. കുറച്ചല്ലേ എടുത്തുള്ളൂ, അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. നാളെ ഉണ്ടല്ലോ, നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ ബൈ. ബാലൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. താങ്ക് യു മാഡം.